ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പലഹാരം 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ചക്ക നല്ല വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയാണ് ഇതിന് കുറച്ചുകൂടി നല്ലത്. പഴച്ചക്ക ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വരിക്കച്ചക്കയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളത്. അപ്പം നല്ല മധുരമുള്ള വരിക്കച്ചക്കയായിരുന്നു. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ആ ചക്ക അരിഞ്ഞ് വെച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നെയ്യിൽ. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ അങ്ങനത്തെ ഒക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം. കുറച്ചും കൂടെ നെയ്യ് ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാ. നല്ലൊന്ന് ഉടഞ്ഞ പോലെ ആയി കിട്ടണം. കുറച്ച് ഏലക്കായ പഞ്ചസാരയും കൂടി മിക്സായി പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് വഴറ്റി വന്നാൽ ഒരു 1.5 അച്ച് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 1.5 അച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. കാരണം ചക്ക നല്ല മധുരമുള്ള ചക്കയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് എടുത്താൽ മതി. ഒരു തരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് നന്നായിട്ട് മിക്സായി വരണം. കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് കൊത്തായിട്ട് നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ ചിരകിയിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ചെറിയ ബൗളിനൊരു 1/2 ബൗൾ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ ചൂട് കൊടുക്കാൻ ശർക്കരപ്പാനി വറ്റണതിൻ്റെ മുന്നേ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടി നല്ല ഒന്ന് മിക്സായി സെറ്റായി വരണം. കുറച്ചും കൂടെ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടിയും ശർക്കരപ്പാനി ഉണ്ടല്ലോ അതിലും. അപ്പോൾ അതിലേക്കൊന്ന് കട്ടിയായി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ചേർത്ത് നല്ല മിക്സാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന രൂപത്തിലായി കിട്ടുവോളം റവയും ചക്കയും ശർക്കര ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഇതായി കിട്ടണം. എന്നിട്ട് നമുക്ക് ഒരു കുമ്പിൾ ഉണ്ടാക്കണം ഇല വെച്ചിട്ട്. അത് വാഴൻ്റെ ഇലയിലാണെങ്കിൽ വാഴൻ്റെ ഇല, ഞങ്ങൾ കറുകപ്പട്ടയുടെ ഇലയില്ല വാഴൻ്റെ എന്നൊക്കെ പറയും ചിലവർ, അതിലാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചൊരു പ്രത്യേക ഒരു സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അത് കുമ്പിളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ, കമൻറ്റ് ചെയ്യാനൊക്കെ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ആ ഇല കുമ്പിൾ ഒത്തിയയിൽ ഇങ്ങനെ ഇതേപോലെ നിറച്ച് വെക്കാം. അതാണ്ട് ഇതേപോലെ എല്ലാതും നമുക്ക് നിറച്ചെടുക്കാം. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു പലഹാരം വൈകുന്നേരത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വിശപ്പും തീരും, ഇഷ്ടാവുകയും ചെയ്യും. നല്ല ടേസ്റ്റ് കൊടുക്കാനെ കഴിക്കും. അപ്പോൾ അതായത് നമുക്കതെല്ലാം കൂടി ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഒരു പുഴുങ്ങൽ ആവി കയറ്റിയെടുക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ എല്ലാം ശരിയായിട്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കതൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.